ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. മഴയും ഒരു കട്ടനും ഈ സ്നാക്കൊക്കെ ഉണ്ടെങ്കിൽ പൊളിക്കും. വളരെ എളുപ്പത്തിലും വീട്ടിലുള്ള ചേരുവകൾ ഒന്നോ രണ്ടോ ചേരുവ മാത്രം മതി ഇത് റെഡിയാക്കാനായിട്ട്. അപ്പോൾ എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്നാൽ ശരി, നമുക്ക് വീഡിയോ എന്താണെന്ന് കണ്ടു നോക്കാം. ഞാനിവിടെ ഒരു സ്വീറ്റ്സ് പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് മറ്റേ ഉരുളക്കിഴങ്ങ് എടുത്താലും മതി. അപ്പോൾ ഇതുണ്ടെങ്കിൽ ഇതെടുത്തോളൂ കേട്ടോ. കാരണം ഇത് നല്ലൊരു വിറ്റാമിൻ നിറഞ്ഞ ഒരു എന്താ പറയുക വെജാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും കഴിക്കും. അപ്പോൾ ഇതിങ്ങനെ പച്ചക്കോ അല്ലാതെ വേറെ രീതിയിലോ ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇത് ഒരു കഷ്ണമാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു കഷ്ണം എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു സോസ് പാനിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അല്പം ഉപ്പും കൂടി ചേർക്കണം. എന്നിട്ട് നമുക്ക് നല്ലവണ്ണം ഇതൊന്ന് വേവിച്ചെടുക്കാം. വേകുന്ന സമയത്ത് നമുക്ക് ഒരു അരക്കപ്പ് ഗോതമ്പ് പൊടി എടുക്കാം. ചപ്പാത്തിക്ക് ഉണ്ടാക്കുന്ന പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂണ് മൈദപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഞാൻ അങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിതിനൊരു 2 പോർഷൻ ആക്കിയിട്ട് മാറ്റാം. എന്നിട്ട് നമ്മുടെ കിഴങ്ങ് എന്തായി നോക്കാം. ഇനിയിപ്പോൾ ഇത് വെന്തിട്ട് ഞാൻ വെള്ളം ഊറ്റിയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരെണ്ണം വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചെടുക്കണം. ഒട്ടും തന്നെ കട്ടയില്ലാതെ വേണം ഒന്ന് ഉടച്ചെടുക്കാനായിട്ട്. നല്ല രീതിയിൽ തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു കുഞ്ഞ് സവാള കുനുകുനാ കട്ട് ചെയ്തെടുത്തതാണ് ഇട്ട് കൊടുക്കാം. ഇതിലോട്ടൊരു 4 പച്ചമുളക്, കാരണം ഇത് സ്വീറ്റ്സ് പൊട്ടാറ്റോ അതിൻ്റെ പേരിലാണ്. ഇപ്പം ഞാൻ 4 പച്ചമുളക് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അല്ലാതെ ഉരുളക്കിഴങ്ങാണെങ്കിൽ ഇതിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ മാത്രം മതി ഇട്ട് കൊടുക്കാം. ഇനി ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു ചാട്ട് മസാല ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് കയ്യിലില്ലെങ്കിൽ ചേർക്കണമെന്നില്ല. 1 ടീസ്പൂൺ ഫുള്ളായിട്ട് തന്നെ ചേർത്തിട്ടുണ്ട്. പിന്നെ കളറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂണ് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഇത്രയും മതി. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ചെയ്തിട്ടെടുക്കണം. ഈ സമയം നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ചാട്ട് മസാലയിലും ഉപ്പുണ്ട്, അതിൻ്റെ പേരിലാണ് ഉപ്പ് ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഇത് മിക്സാക്കിയിട്ടുണ്ട്. ഇത് നമുക്കവിടെ മാറ്റി വെക്കാം. ഇനി നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള ഡോ ഉണ്ടല്ലോ, ഇത് രണ്ടും ഒന്ന് പരത്തിയെടുക്കാം. ഞാനങ്ങനെ ഒരെണ്ണം പരത്തിയെടുത്തിട്ടുണ്ട്. ഇത്രയും തിക്കിലാണ് പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള മസാല ഇതിന് മുകളിലോട്ടായിട്ട് എല്ലായിടത്തും ഒരേപോലെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് നിരപ്പാക്കി കൊടുക്കാം. ഞാൻ എല്ലായിടത്തും ഇതേപോലെ ഒന്ന് നിരപ്പാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ മൊസറല്ല ചീസ് ഉണ്ടല്ലോ, അത് ഇതിന് മുകളിലോട്ടായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇതേപോലെ ചുറ്റിലൊന്ന് ഇട്ട് കൊടുക്കാം. ചുറ്റിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് മടക്കിയെടുക്കണം. ഇത് എത്രത്തോളം ഇങ്ങനെയാണ് മടക്കിയെടുക്കേണ്ടത്, റോളല്ല. ഇതേപോലെ ഒന്ന് നിരപ്പാക്കിയിട്ട് മടക്കിയെടുത്താൽ മതി. മസാല പുറത്ത് പോകാതെ വിധത്തിൽ വേണം ഒന്ന് മടക്കിയെടുക്കാനായിട്ട്. ഇങ്ങനെ ഇനി നമുക്കിതിൻ്റെ 2 അറ്റവും ഒന്ന് ലോക്ക് ചെയ്തെടുക്കണം. ഇതിനെ പോലെ ഒന്ന് ഉള്ളിലോട്ട് മടക്കി കൊടുത്താൽ മതി, ഇതിൽ കാണുന്നത് പോലെ. എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് പ്രസ്സാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ബാക്കിയുള്ള ഒരു ഡോവും കൂടി ഉണ്ടല്ലോ, അതും ബാക്കി മസാലയും ഇതേപോലെ ഒന്ന് പരത്തിയിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇത് ഞാൻ കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് ആവശ്യമുള്ളത് ഒരു പാത്രത്തിലോട്ട് 1 ടേബിൾ സ്പൂണ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കാം. പിന്നെ കുറച്ച് ചതച്ച മുളകും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒരു സ്ലറി ആയിട്ട് മാറ്റാം. വെള്ളമൊന്നുമില്ലാതെ ഒന്ന് ലൂസായിട്ട് ഒരു ബാറ്ററാക്കി മാറ്റിയാൽ മതി കേട്ടോ. ഇങ്ങനെ ഓയിൽ ചൂടാക്കാൻ വെക്കാം. ഓയിൽ നല്ലോണം ചൂടായതിന് ശേഷം ഈ കലക്കി വെച്ച മൈദക്കൂട്ടിലോട്ട് മുക്കിയിട്ട് പൊരിക്കാം. ഇതുപോലെ എല്ലാം എണ്ണയിലിട്ടിട്ട് മുക്കി പൊരിച്ചാൽ മതി കേട്ടോ. അങ്ങനെ നമുക്കിതിനെ തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി, തീ കുറക്കരുത് കേട്ടോ. ഉണ്ടല്ലോ, അങ്ങനെ ഞാൻ ഈ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിലാണ് നമുക്കിത് തയ്യാറാക്കാൻ പറ്റുന്നത്. ഇതിൻ്റെ ഫില്ലിങ് നിങ്ങൾക്ക് മാറ്റി
ചിക്കൻ വേണമെങ്കിൽ ചിക്കൻ ചെയ്യാം, അല്ലാതെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ഏത് വേണമെങ്കിലും ഇതിനകത്ത് ഫില്ലിങ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്, ഹെൽത്തിയും കൂടി ആണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്.